ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ നാളെ കാർത്തികയിലായതുകൊണ്ട് കുറച്ച് മുക്കഴങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പറിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പുറത്ത് പറിക്കുമ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ പുറത്ത് ഭയങ്കര നമ്മൾ മുള്ള് കമ്പിയുടെ പുറത്ത് ഇരിക്കുന്ന പോലത്തെ മുള്ളാണ്. പക്ഷേ കിഴങ്ങ് നല്ല കിഴങ്ങുണ്ട്. 2 വർഷത്തിന് ശേഷമാണ് ഇത് പറിക്കുന്നത്. ഇത് ചെറുകിഴങ്ങ് വെച്ചിട്ട് മുക്കഴങ്ങായതാണ്, അല്ലാണ്ട് മുക്കഴങ്ങ് വെച്ചതല്ല. ഇനിയും മുക്കഴങ്ങിൻ്റെ വിത്തുണ്ട്, അത് വയ്ക്കും. ഇതിപ്പോൾ കാർത്തികയിലാണ്ട് പറിച്ചാണ്. ഭയങ്കര നല്ല കിഴങ്ങായിരുന്നു, നല്ല കുഴപ്പമില്ല. ഒരു ചീനി വയ്ക്കുന്ന ഒരു മൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. ചപ്പും ചവറൊക്കെ അടിച്ച് വാരി വെച്ചത്. വളമൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. ചക്കയൊക്കെ വീണ് ചീഞ്ഞ് കിടന്ന സ്ഥലമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ലോണം പിടിച്ചിട്ടുണ്ടായിരുന്നു. വിളവ് കണ്ടില്ലേ, നല്ല അടിപൊളി കിഴങ്ങായിരുന്നു പിടിച്ചത്. ഒരു കിഴങ്ങ് ഇത് കണ്ട, ഇതൊക്കെ 1.25 കിലോ വെയിറ്റ് ഉണ്ട്. അത്രയ്ക്ക് നല്ല കിഴങ്ങായിരുന്നു. നല്ല രീതിക്കായിരുന്നു വന്നുകൊണ്ടിരുന്നത്, കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഇത് വിത്തിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ്, നടാൻ വേണ്ടി, അടുത്ത് നടാൻ വേണ്ടി. കണ്ട, അത് പിഴുതപ്പോൾ അതിൽ നിന്ന് തന്നെ മുളച്ച് വരുന്നുണ്ട്. ഇത് നടാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ഇത് നട്ടാലും കിഴങ്ങ് പിടിക്കും. നല്ല കിഴങ്ങുണ്ട്, നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. പക്ഷേ ഇത് നല്ല രീതിക്ക് നോക്കണമെന്നേ ഉള്ളൂ. പക്ഷേ ഇത് എത്ര ഹൈറ്റിൽ നമ്മൾ വിടുവോ അത്രയ്ക്കും കിഴങ്ങുണ്ടാവും. ഹൈറ്റാണ് ഇതിൻ്റെ ഇത്. നല്ല വിളവെടുപ്പുണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ കിഴങ്ങുണ്ട്, നല്ല നീളമുണ്ട്. ഇത് ഒരടിക്ക് മുകളിൽ നീളമുണ്ട് കിഴങ്ങ്, നല്ല വലുപ്പമുണ്ട്. പക്ഷേ ഇത് ചെയ്യുമ്പോൾ നല്ല മണ്ണിളക്കം വേണം, നല്ല വളം ഉണ്ടെങ്കിൽ നല്ലോണം. പക്ഷേ ഇത് ഹൈറ്റ് എത്ര കൂട്ടുമോ അത്രയ്ക്കും വലിയ കിഴങ്ങുണ്ടാവും. ഹൈറ്റാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം. നല്ല ഹൈറ്റിൽ വിടണം. ഞാനിവിടെ ഒരു പ്ലാവ് ഉണ്ടായിരുന്നു, അതിൻ്റെ മുകളിലടങ്ങ് കയറ്റി വിട്ടു. നല്ല ഹൈറ്റിലാണ് പോയത്. അതുകൊണ്ട്